ഇത് അടൂർ നിവാസിയായ ശ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭൗമികമായ കരസ്പർശനത്താൽ ജീവിതം യേശുവിനായി സമർപ്പിച്ച യുവാവ്. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത വഴികളായിരുന്നു ശ്യാമിൻ്റേത്. തീവ്രമായ രോഗാവസ്ഥയിലും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം എന്ന പോലെ ദൈവകരം പ്രവർത്തിച്ചത് ശ്യാം ഇന്നും ഓർക്കുന്നു. പുതിയ നിയമ പുസ്തകം നെഞ്ചോട് ചേർത്ത് വച്ച് കണ്ണുനീർത്തുള്ളികളെ പ്രാർത്ഥനായാഗമായി ദൈവസന്നിധിയിൽ അർപ്പിച്ച നാളുകളിൽ ശ്യാമിൻ്റെ ഹൃദയത്തുടിപ്പുകൾ യേശുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. ആയിരത്തി 1992 ഒക്ടോബർ മാസം 15-ാം തീയതി സദാശിവൻ സുമതി ദമ്പതികളുടെ മൂത്ത മകനായിട്ട് ജനിക്കുവാൻ കർത്താവ് കൃപ തന്നു. ജനിച്ചത് ഒരു ഹൈന്ദവനായിട്ടാണെങ്കിലും വളർന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിനകത്താണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ യേശുവിനെ പറ്റി അറിയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ വളർന്നത് ഒരു കർത്താവിനെ അറിഞ്ഞൊരു പൈതലായിട്ടാണെങ്കിലും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും യേശുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ VBSകളിലും സൺഡേ സ്കൂളിലൊക്കെ പോകുവാനുള്ളൊരു ഭാഗ്യം കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ഞാൻ വളർന്ന കാലഘട്ടം മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് വളർന്ന ഒരു കാര്യമായിരുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു രോഗികളെ വിടുവിക്കുന്നു എന്നൊരു സത്യം എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്നോടൊപ്പം തന്നെ വളരുവാനിടയായി തീർന്നു. എൻ്റെ അനിയൻ്റെ ജനനത്തിന് ശേഷം എൻ്റെ മാതാവിനൊരു രോഗമുണ്ടായിരുന്നു. പ്രസവാനന്തരമായി ഉണ്ടായ രോഗം ഒരിക്കലും ശമിക്കപ്പെടുകയില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവ് നിത്യമായി മെഡിസിൻ കഴിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ അറിയുവാൻ ഇടയായതുകൊണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത് വളർന്നൊരു കാര്യവും യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നതായിരുന്നു. ഒരിക്കൽ എൻ്റെ മാതാവിന് രോഗം കൂടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നു നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വളർന്ന ആ വിശ്വാസം ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്ററോട് പറയാനിടയായി തീർന്നു. അദ്ദേഹം എൻ്റെ ഭവനത്തിൽ കടന്നു വരികയും എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മാതാവ് അന്ന് ക്ഷണത്തിൽ സൗഖ്യമാകുവാനിടയായി തീർന്നു. അതോടെ എൻ്റെ ഭവനത്തിലുള്ളവർക്കും യേശുവിനെ പറ്റി അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. അവർ ഹൈന്ദവ പശ്ചാത്തലത്തെ വിട്ട് യേശുവിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിനെ അറിഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നല്ല സന്തോഷം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയായി തീർന്നു. സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ കുടുംബത്തെ തേടി വന്നു. ഞങ്ങൾ ഹൈന്ദവരായിരിക്കുകൊണ്ട് കുടുംബത്തിലുള്ള മറ്റേ ആളുകളെല്ലാം ഈ യേശുവിനെ അറിയാത്തതുകൊണ്ട് ഞങ്ങളെ ഈ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് പോകുവാൻ അവർ അനുവദിച്ചില്ലായിരുന്നു. ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അതിൻ്റെ മധ്യേ വരുവാനിടയായി തീർന്നു. ഞങ്ങളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി ഒത്തിരി നാളുകൾ ഞങ്ങൾ വിഷമത്തോടെ വേദനയോടെ കഴിച്ചു കൂട്ടുവാനിടയായി തീർന്നു. യേശുവിനെ അറിഞ്ഞു എന്ന ഒരു സത്യം നിമിത്തം കുടുംബക്കാർ, ചാർച്ചക്കാരെല്ലാം നമ്മളെ കൈവിടുവാനിടയായി തീർന്നു. പക്ഷേ അവിടെയും അറിഞ്ഞ സത്യത്തെ ഒരിക്കലും ത്യജിക്കുവാൻ ഞങ്ങൾ തയ്യാറായില്ല. യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി ആളുകളെ നേടണം എന്നൊരു സത്യം ഹൃദയത്തിനകത്ത് വളരുവാനിടയായി തീർന്നു. ഞങ്ങൾ ജനിച്ചതും വളർന്നതുമെല്ലാം ന്യൂഡൽഹിയിലായിരുന്നു. അവിടെ കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ഒത്തിരി ആളുകളെ കർത്താവിങ്കിൽ നേടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ എൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. മാതാവിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ ചില സാമ്പത്തിക കാരണങ്ങൾ മൂലം പിതാവിൻ്റെ ഭവനത്തിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് എന്നെ താമസിക്കുവാൻ വേണ്ടി വിട്ടു. അന്ന് എനിക്ക് ഏകദേശം 12-13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളവിടെ താമസിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുള്ള എല്ലാ ആളുകളും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു എന്നതുകൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് അസൂയ വളരെ ഉണ്ടായിരുന്നു.
എന്നാൽ അത് ഒരിക്കലും മുഖത്ത് നോക്കി അവർ പറയാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷെ പ്രവൃത്തിയിലൂടെ അവർ എപ്പോഴും അത് കാണിക്കാനിടയായി തീർന്നു. 12 വയസ്സുള്ള എനിക്ക് നാട്ടിൽ താമസിക്കുമ്പോൾ അന്ന് എനിക്ക് മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയില്ലായിരുന്നു. ഒത്തിരി ഭാരങ്ങൾ ആ സമയത്തുണ്ടായി. ഒത്തിരി പീഡകളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. മാനസികമായും ശാരീരികമായും ഒത്തിരി പ്രതികൂലങ്ങൾ സഹിക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ, അവരുടെ മക്കൾ നല്ല റൂമുകളിൽ താമസിക്കുമ്പോൾ, പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ ഒരു സ്റ്റോർ റൂമിനകത്താണ് എന്നെ കിടത്തിയിരുന്നത്. അവിടെ കിടന്ന സമയത്തൊക്കെ വലിയ വായിൽ ഞാൻ കരയുമായിരുന്നു. കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണോ ഞങ്ങളിവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ കിടക്കുന്നതെന്ന ഒരു ചോദ്യം പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ അറിഞ്ഞ യേശുവിനെ തള്ളിക്കളയാൻ എനിക്കൊരിക്കലും പറ്റത്തില്ലായിരുന്നു. പലപ്പോഴും മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ആ മുറിക്കകത്ത് ആ ഭിത്തിയോട് ചേർന്നിരുന്നു കൊണ്ട് പലപ്പോഴും കരയുന്നത് പതിവായിരുന്നു. ആഹാരം സമയത്ത് ലഭിക്കുകയില്ലായിരുന്നു. നല്ല വസ്ത്രങ്ങൾ അവരൊരിക്കലും മേടിച്ചു തരികയില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ അയച്ചു കൊടുക്കുന്ന പൈസ അത് തൻ്റെ മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും എൻ്റെ കാര്യത്തിൽ എപ്പോഴും വേണ്ട എന്ന് പറയുന്ന ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു. നല്ലതുപോലെ കരയാൻ അറിയാവുന്ന എനിക്ക് ദിനംതോറും കരയുന്നത് പതിവായിരുന്നു. അടിയുടെ കാര്യം പറയണ്ട, അതുപോലെ അടി എനിക്ക് കിട്ടുമായിരുന്നു. ഒത്തിരി വേദനകൾ സഹിക്കുമായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. പക്ഷേ അവസാനം പ്രതിഫലമായി കിട്ടുന്നത് അടിയും ചീത്തവിളിയും മാത്രമായിരുന്നു. പലപ്പോഴും ആ ഭിത്തിയോട് ചേർന്നിരുന്ന് കരയുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ, ഞാൻ പോലും അറിയാതെ എന്നെ ബലപ്പെടുത്തിയത്, എന്നെ സ്വാധീനിച്ചത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഒരു ചെറിയ പുതിയ നിയമത്തിൻ്റെ ബൈബിൾ കരത്തിലുണ്ടായിരുന്നു. അതെപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ച് യേശുവേ എന്ന് ഉറച്ച് നിലവിളിക്കുന്നത് പതിവായിരുന്നു. വലിയ പ്രാർത്ഥനകളോ വലിയ ആരാധനകളോ ഒന്നും ആ ചെറുപ്രായത്തിൽ അറിയില്ല. യേശുവേ എന്ന് വിളിക്കുവാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. യേശുവേ എന്ന് രാത്രി വിളിക്കും. യേശുവിൻ്റെ ആ സാന്നിധ്യം, ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഇവരുടെ പീഡകൾ കൂടിക്കൊണ്ടിരുന്നു. ഒത്തിരി പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല. എൻ്റെ പപ്പയും മമ്മിയും വിളിക്കണമെങ്കിൽ അവരുടെ ഫോണിലൂടെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അവർ ഫോണിലൂടെ വിളിക്കുമ്പോൾ അവർ എൻ്റെ അടുത്തിരിക്കും. ഞാൻ എന്താ പറയുന്നത്, എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. ലെറ്റർ എഴുതാൻ വേണ്ടി എനിക്ക് മലയാളം അറിയുകയില്ലായിരുന്നു. ഒത്തിരി വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് എൻ്റെ കൂടെ ബലമായി ഇരുന്നത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ചർച്ചിൽ പോകുന്ന ഒരു ലേഡിയായിരുന്നു. പലപ്പോഴും ഞായറാഴ്ചകളിൽ ട്യൂട്ടോറിയൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ട്യൂട്ടോറിയൽ പോകാതെ ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അത്രയും ഭാഗ്യം എനിക്ക് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. കാരണം സൺഡേ പലർക്കും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ട്യൂട്ടോറിയൽ പോകാമെന്ന പേരിൽ പോയിട്ട് യേശുവിന് വേണ്ടി ആരാധിക്കാൻ വേണ്ടി പോവുക. ആരും അറിയാതെ യേശുവിനെ ആരാധിച്ച് അങ്ങനെ പോയി. ഞാൻ വളർന്നതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം എവിടൊക്കെയോ കുറയുവാൻ തുടങ്ങി. പതുക്കെ ഞാൻ യേശുവിൽ നിന്ന് അകലാൻ തുടങ്ങി. കാരണം എനിക്ക് മുമ്പിൽ വന്നുകൊണ്ടിരുന്നത് എപ്പോഴും പ്രതികൂലങ്ങളായിരുന്നു, എപ്പോഴും വേദനകളായിരുന്നു. വേദനകളെ എപ്പോഴൊക്കെയോ ഞാൻ താലോലിക്കുവാൻ തുടങ്ങിയപ്പോൾ യേശുവിൽ നിന്ന് ഞാൻ അകലാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കിന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എന്നെ റാന്നിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിടയായി തീർന്നു. റാന്നിയിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാർട്ടിയിൽ അംഗത്വം നേടുവാനിടയായി തീർന്നു. പാർട്ടിയിൽ അവരോട് കൂടെ ഇരുന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വരെ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് പാർട്ടി കൂടെയുണ്ട് എന്നൊരു വാക്ക് കേട്ടപ്പോൾ എന്തോ ആരൊക്കെയോ കൂടെയുണ്ട് എന്നൊരു ബലമകത്ത് വന്ന് അല്പമൊക്കെ നിഗളിക്കുവാൻ തുടങ്ങി, അല്പമൊക്കെ അഹങ്കരിക്കുവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതം രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കാനിടയായി തീർന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ഓണ അവധി സമയത്തിന് തൊട്ട് മുമ്പ്
സ്കൂളിൽ നടക്കുന്ന ചില കായിക പരിപാടികളോടനുബന്ധിച്ച് ആഹാരമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി ചുമ്മാ ഒരു വാക്കുതർക്കമുണ്ടായി. ഈ വാക്കുതർക്കമുണ്ടായി അത് പിടിച്ചു നിർത്തുവാൻ കഴിയാതെ അത് വലിയൊരു അടിയിൽ കലാശിക്കാനിടയെ തീർന്നു. അത് അടി ഞങ്ങൾ ഉണ്ടാക്കി, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി മാറിയെങ്കിലും ഈ അടിയുടെ ഈ വിഷയത്തെ 2 പാർട്ടിക്കാർ അതിനെ ഏറ്റെടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 2 പാർട്ടിക്കാർ ഏറ്റെടുത്ത് ഈ വിഷയത്തെ വീണ്ടും ഊതിപ്പെരുപ്പിച്ച് ഭയങ്കര പ്രശ്നത്തിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ നിന്നപ്പോൾ ഈ പ്രശ്നമുണ്ടാക്കിയ ആൾ ഞാനാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ എതിർ പാർട്ടിക്കാരായ ആളുകൾ എന്നെ കൊന്നുകളയുവാൻ വേണ്ടി അന്ന് പദ്ധതി കൂട്ടി. എന്നെ എവിടെ വെച്ച് കണ്ടാലും തീർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ആ ഏരിയയിൽ മുഴുവനും ചുറ്റി നടന്നു. അവർക്ക് ആളറിയത്തില്ല, പേര് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അന്ന് എന്നോട് കൂടെ നിന്നത് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായിരുന്ന ബിനു എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പലപ്പോഴും ഞാൻ വീട്ടിൽ പോകുമ്പോൾ തന്നോട് കൂടെ എന്നെയും കൂടി കൂടെ നിർത്തി ഞാൻ പോകുന്ന ഏരിയയിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫ് ചെയ്ത് എന്നെ വീട്ടിലെത്തിക്കുന്നത് പതിവായിരുന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് അദ്ദേഹം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനായൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്നെപ്പറ്റി എന്തോ ഒരു കരുണ കാണുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതൽ ഞാൻ ഒത്തിരി സ്മരിക്കുവാനിടയായി തീർന്നു, ഒത്തിരി വട്ടം ഞാൻ ഓർക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാം ഇനിയും കഴിഞ്ഞു, ഇനിയിപ്പോൾ ലൈഫ് മുന്നോട്ടില്ല, ഇനി ഏത് സമയത്തും മരണം മുന്നിലുണ്ട് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഇനിയും ജീവിക്കണ്ട, മരിച്ചു കളയാം എന്ന് ജീവിതത്തിനകത്ത് ചിന്തിച്ച് മരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളെയും കൂട്ടിവെച്ച് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് അടൂരേക്ക് എൻ്റെ മമ്മിയും പപ്പയും താമസം മാറി വീണ്ടും വരുവാനിടയായി തീർന്നത്. അവിടെ വന്നപ്പോൾ അവരാദ്യം എന്നെ കൊണ്ടുപോയത് ഒരു പ്രാർത്ഥനാ യോഗത്തിലായിരുന്നു. അവർക്കറിയില്ല ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത്രയും കോംപ്ലിക്കേറ്റഡായി നിൽക്കുകയാണെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാം നശിച്ച് ഇനി മുന്നോട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ മുമ്പിൽ ആ മീറ്റിംഗ് എന്താണ് അവിടുത്തെ പ്രസംഗിക്കുന്നയാൾ പറയുന്നതെന്ന് എനിക്കറിയുകയില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ട് 2 മണിക്കൂർ ഞാനിരുന്നു. 2 മണിക്കൂറിന് ശേഷം ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നയാൾ അവിടുന്ന് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, സഹോദര സഹോദരി, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ 2 മണിക്കൂർ പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയില്ല. പക്ഷേ ആ ചോദ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുവാനിടയായി തീർന്നു. എൻ്റെ ഹൃദയത്തിനകത്തൊരു ചാട്ടുളി പോലെ പതിച്ച് കയറുവാനിടയായി തീർന്നു. ഹൃദയത്തിനകത്ത് ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ചെന്നെത്തുന്നത് നരകത്തിനകത്തായിരിക്കും. ഈ സ്വർഗം എന്താണെന്നോ നരകം എന്താണെന്നോ വലിയ ബോധ്യത ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ ചോദ്യം വരുന്നത്. പക്ഷേ ഈ ചോദ്യം അകത്ത് കയറിയപ്പോൾ വല്ലാത്ത വിഷമവും കണ്ണുനീരും എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവാനിടയെ തീർന്നു. ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ബാക്കിലിരുന്ന ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുഴങ്കാല് മടക്കി കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഒരാളെയാണ് പിന്നെ അവിടെ കാണാനിടയായി തീർന്നത്. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു, മണിക്കൂറുകൾ കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ആർക്കും അറിയില്ല എവിടെ നിന്ന് വന്ന ആരാണെന്നൊന്നും അറിയത്തില്ല. എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും ഫ്രണ്ടിലാണ് അവർ പോയിരിക്കുന്നത്. അവിടുത്തെ ലീഡേഴ്സും കാര്യങ്ങളും എല്ലാം വന്ന് എന്നോട് ചോദിക്കുക, സാരമില്ല ബ്രദറെ, കർത്താവ് കൂടെയുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് മനസ്സിലായത് അത് എന്നെ കർത്താവ് തൊടുകയായിരുന്നു എന്നത്. അന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിച്ചു, എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് എന്നൊരു വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. എനിക്ക് ബൈബിൾ വലുതായിട്ട് അറിയത്തില്ല, ഈ വാക്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വാക്യം എന്തോ എന്നോട് സംസാരിക്കുന്നത് പോലെ ആവർത്തിച്ച് എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെയും ഞാൻ കരയാൻ തുടങ്ങി. അവസാനം അവിടെ നിന്ന് പ്രസംഗകൻ ചോദിച്ചു, ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറാണെന്ന്. അങ്ങനെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ വീണ്ടും കൊടുക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അപ്പനെ തിരിച്ചു കിട്ടി എന്നൊരു സന്തോഷമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയുള്ള കാലം യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്. ആ നിർണയം എടുത്തപ്പോൾ മുതൽ എനിക്ക് യേശുവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം എന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഉയരാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ +1 +2 കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച മറ്റ് ഒരു വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടാനിടയായി തീർന്നു. അതൊരു ക്രിസ്ത്യൻ സ്കൂളായിരുന്നു, ക്രിസ്ത്യൻ മിഷൻ സ്കൂളായിരുന്നു. ആ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം നടക്കുന്നത് പതിവായിരുന്നു. അവിടെ പ്രാർത്ഥനകൾ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന പതിവായിരുന്നു. പക്ഷേ ഈ എല്ലാ വെള്ളിയാഴ്ചകളിലും എനിക്ക് 10 മിനിറ്റ് പ്രസംഗിക്കാൻ അവിടുത്തെ അധ്യാപകർ എനിക്ക് അനുവാദം തന്നു. ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഞാൻ പഠിച്ചതിന് മുമ്പോ അതിന് ശേഷമോ ആരും അതുപോലെ സുവിശേഷം അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കാരണം ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ടും യേശുവിനെ പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടും എൻ്റെ നല്ല ആഗ്രഹത്തെ യേശു സാധിപ്പിച്ചു തരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി കുഞ്ഞുങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി യൗവനക്കാർ പാപത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കും, എല്ലാ വെള്ളിയാഴ്ചയിലും പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗങ്ങൾക്കകത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കണം, അപ്പൻ്റെ സ്നേഹം എന്നൊരു വിഷയം പലപ്പോഴും പറയുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ആളുകൾ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ എണ്ണുകയാണ്. അങ്ങനെ +2 ജീവിതമൊക്കെ കഴിഞ്ഞ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ പഠിക്കുവാൻ പോയി. അങ്ങനെ അതിന് ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വീണ്ടും ഒരു ഇടപെടലുകൾ എൻ്റെ ലൈഫിനകത്തുണ്ടാവുകയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ശമ്പളമുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ശമ്പളമില്ല. അങ്ങനെ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വിളി വീണ്ടും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്ന ഒരു കാര്യം കർത്താവിനോട് പറയാനിടയായി തീർന്നു. ഈ വാക്ക് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ജോലി കളഞ്ഞിട്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്നൊരു ചോദ്യം ഞാൻ യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, വിളിച്ചവൻ ഞാനാണെങ്കിൽ ഞാൻ വിശ്വസ്തനാണ് കുഞ്ഞെ, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക എന്ന് യേശു പറഞ്ഞു. ആ വാക്ക് കേട്ട് ഞാൻ കുമ്പനാട് IPCയുടെ സെമിനാരിയിൽ പഠിക്കുവാൻ പോയി. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഒത്തിരി രോഗങ്ങൾ കടന്നു വന്നു. ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയില്ല എന്ന ഒത്തിരി ലെവലിലുള്ള രോഗങ്ങൾ എന്നെ അലട്ടുവാനിടയായി തീർന്നു. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ വിശ്വസ്തയോടെ പിടിച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ശേഷം മിനിസ്ട്രി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് 2018 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പൊന്മുടിയിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോയി. ആ യാത്ര പോയി തിരിച്ചു വരുന്ന വഴിയിൽ ലാസ്റ്റിലത്തെ ഹെയർപിന്നിൽ വെച്ച് ഒരു അപകടമുണ്ടായി. ലാസ്റ്റിലത്തെ ഹെയർപിന്നിൽ നിന്ന് ഞാൻ താഴെ വീണ് എൻ്റെ വലതുവശം, എൻ്റെ വലത് കാല് പാരലൈസ്ഡ് ആകുവാനിടയായി തീർന്നു. വളരെ നാളുകൾ ഞാൻ ആ ബെഡിനകത്ത് കിടന്നുകൊണ്ട് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയായി തീർന്നു. അന്ന് ആ കിടക്കയിൽ കിടന്നപ്പോൾ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, യേശുവേ, അങ്ങ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ നിന്നെ എൻ്റെ രാജ്യത്തിന് വേണ്ടി അയക്കാം എന്നാണ് പറഞ്ഞത്. അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിന്നെ അയക്കാം എന്നാണ് പറഞ്ഞത്. യേശുവേ, ഇപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുന്നു,
ഇനി എന്തായിത്തീരും എൻ്റെ ജീവിതം എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് കുഞ്ഞെ വിളിച്ചത്. ഇതേ ചോദ്യം ഞാൻ വീണ്ടും, അല്ലെങ്കിൽ ഇതേ ശബ്ദം ഞാൻ വീണ്ടും കേൾക്കുകയാണ്. അതേ കുഞ്ഞെ, ഞാനാ നിന്നെ വിളിച്ചത്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഏകദേശം 7 മാസം ഞാൻ ഇതേ ചോദ്യം വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കും. ഇതേ ഉത്തരം യേശു വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞു. 7 മാസത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ വലിയൊരു പ്രകാശം എന്നെ മിന്നി മറയുന്നത് ഞാൻ കാണാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ കാലുകൾക്കകത്ത് വലിയൊരു ബലം വരുന്നത് പോലെ എനിക്ക് അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നും രാത്രിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ കാലിന് ചലനമില്ല, ഒരു കാലിന് ചലനമില്ല. അവരെന്നും കരയുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നില്ല. അവർ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പേ അവർ പ്രാർത്ഥിക്കാനിരിക്കുന്ന പായിൽ അവരോടൊപ്പം എഴുന്നേറ്റ് പോയി അവിടെ ഇരിക്കാൻ ഇടയായി തീർന്നു. എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി എന്നെ എഴുന്നേറ്റ് നിർത്തി. ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ ലൈഫ് ഒത്തിരി സന്തോഷത്തോടെ പോകും. കാരണം ഈ സൗഖ്യം കിട്ടിയ യേശുവിനെ പറ്റി അനേകരോട് പറയാം. അങ്ങനെ ഈ സൗഖ്യം കിട്ടിയ യേശുവിനെ പറ്റി പറയാൻ ഞാൻ വീണ്ടും യാത്രകൾ ആരംഭിച്ചു. അനേക ഇടങ്ങളിൽ യേശുവിനെ പറ്റി പറയാൻ വീണ്ടും ഓടിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തലകറക്കം പോലെ വന്ന് ഞാൻ വീഴാനിടയായി തീർന്നു. ആ തലകറക്കം വന്ന് വീണ് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ പെട്ടെന്ന് ഛർദിലുണ്ടാക്കാനിടയായി തീർന്നു. ഈ ഛർദിൽ നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഛർദിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെന്നപ്പോൾ അവിടുത്തെ സീനിയർ ഡോക്ടറായിരിക്കുന്ന ശശി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൗണ്ട് ഏകദേശം ഇപ്പോൾ 1,00,000 വേണ്ടിയിരുന്ന ഈ കൗണ്ട് ഒരു 1000-ന് അടുത്തായിരിക്കുകയാണ്. ഈ കുഞ്ഞ് എങ്ങനെയാണ് ജീവനോട് ഇരിക്കുന്നത്? ഞങ്ങൾക്കിതിനകത്ത് ഇനി ഒന്നും നോക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ എല്ലാ ഹോപ്പും അവസാനിച്ചു, ഇനി കൊണ്ടുപോയിക്കോ, ഇനി അറിയിക്കേണ്ടവരെ അറിയിച്ചോ, ഈ കുഞ്ഞ് അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു കൈവിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും അതേ കിടക്കയിൽ കിടന്നുകൊണ്ട് യേശുവിനോട് ചോദിക്കുക, യേശുവേ, അങ്ങ് പറഞ്ഞ ഈ പ്രോമിസുകളൊന്നും ഞാൻ കാണാനിടയായി തീർന്നില്ലല്ലോ, എനിക്കിനിയും ആളുകളോട് യേശുവിനെ പറ്റി പറയണം. എപ്പോഴാണ് യേശുവേ, ഞാൻ ദാ മരിക്കുവാൻ പോവുകയാണ്. മരണത്തോട് മുഖാമുഖം നോക്കി നിൽക്കുമ്പോഴും അടുത്ത നിമിഷം തീരാം എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത മയക്കം വരുന്നത് പോലെ വന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയുമില്ല. ആ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഞാനൊരു സ്വപ്നം കാണാനിടയായി തീർന്നു, അല്ലെങ്കിൽ ഒരു ദർശനം ഞാൻ കാണാനിടയായി തീർന്നു. ഞാൻ ആ കാണുന്ന ദർശനം ഇപ്രകാരമാണ്. ഞാനൊരു കുളത്തിൻ്റെ വക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി 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 ഞാൻ ഒരറ്റത്ത് ചെല്ലുമ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കാണുകയാണ്. ആ വൃദ്ധനായ മനുഷ്യൻ വേറെ ആരുമല്ല, എൻ്റെ മമ്മിയുടെ പിതാവിനെയാണ് ഞാൻ കാണുന്നത്. ഈ മനുഷ്യനെ ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, ഞങ്ങൾക്കോടി ഇവിടെ വരെ വരാനേ പറ്റിയിട്ടുള്ളൂ, പക്ഷേ നീ ഇവിടെ നിന്ന് ഓടി കുറച്ചും കൂടി അങ്ങേ അറ്റത്ത് ചെന്നാൽ അവിടെ ഒരു മനുഷ്യനെ നിനക്ക് കാണാൻ പറ്റും. ആ മനുഷ്യൻ്റെ പേര് യേശുവെന്നാണ്. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നീ ചെന്നാൽ യേശു നിൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ വാക്ക് കേട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് ഓടി ഓടി ഒരു മുള്ളുവേലിയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കൈ അവിടെ നിന്ന് എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ ഈ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കൈപ്പത്തിയിൽ ഒരു മുറിവിൻ്റെ പാട് എനിക്ക് കാണാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായത് യേശുവാണെന്ന്. ഞാൻ ആ കയ്യിലൊന്ന് തൊട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷമുള്ള പിന്നെ വിഷനുകളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു വലിയൊരു വെളിച്ചം എന്നിൽ മിന്നുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ചുറ്റിനും ഒത്തിരി ഡോക്ടർമാർ നിൽക്കുന്നു, ഒത്തിരി ആളുകൾ എൻ്റെ ചുറ്റിനും നിൽക്കുകയാണ്. കാരണം ഞാൻ മരണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ മേഖലയിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് ജീവങ്കലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാവർക്കും അത്ഭുതമായി. അന്ന് ശശി ഡോക്ടറും പറഞ്ഞു, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ടാകുന്നത്. കാരണം മരണത്തിൽ നിന്ന് പോയി തിരിച്ചു വരുന്നത്
വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇത് സംഭവിക്കുകയില്ല. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹം പറഞ്ഞു, വീണ്ടും നിങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ എൻ്റെ വീണ്ടും പൾസ് നോക്കുന്നു. ഞാൻ ജീവനോടുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ യേശുവിനെ വിളിക്കുന്ന ഒരാളാണ്, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് വളരെ അത്ഭുതമുണ്ടാകാൻ ഇടയായി തീർന്നു. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഡോക്ടറോട് സുവിശേഷം പറയുവാൻ പോലും ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിനകത്തെ വലിയ സമ്പാദ്യങ്ങളായി ഞാൻ അതിനെ കാണുകയാണ്. കാരണം മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അനേകരിലേക്ക് യേശുവിനെ അറിയിക്കുവാനാണ്. 2023 ഓഗസ്റ്റ് മാസത്തിൽ ശ്യാം പുനലൂർ സ്വദേശിയായ ലിൻസി കോശിയെ വിവാഹം കഴിച്ചു. ഇന്ന് ഇരുവരും മിഷണറി ദൗത്യത്തോടെ കർത്താവിൻ്റെ സേവകരായിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളമാകുന്നു ഞാൻ മിനിസ്ട്രിയിൽ ഇറങ്ങിയിട്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യേശുവിനെ അറിയിക്കുവാൻ യേശു ഭാഗ്യം തന്നു. യേശുവിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി യൗവനക്കാർ യേശുവിനെ അറിയുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒത്തിരി മേഖലകളിൽ പോകുമ്പോൾ അവിടെ വളരെ പാപത്തിൻ്റെ സ്വഭാവത്തിനകത്ത് ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഡൽഹിയിൽ ഞാനൊരു മീറ്റിങ്ങിൽ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി യൗവനക്കാർ പാപത്തിനകത്ത് അടിമപ്പെട്ടിരിക്കുന്ന തലമുറകളായിരുന്നു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പല പെൺകുഞ്ഞുങ്ങളും വളരെ വേദനയോടെ കരയുന്ന അനുഭവം എനിക്ക് കാണുവാനിടയായി തീർന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു സഹോദരനെയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത്, ബ്രദറെ, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ട് പോകണം, ഞങ്ങൾ വലിയ ഒരു ട്രാപ്പിനകത്ത് അകപ്പെട്ട് നിൽക്കുകയാണ് എന്ന് ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ ഓടി വന്ന് ഈ വിഷമം പറയാനിടയായി തീർന്നു. പക്ഷേ അവിടെ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് ഈ ദേശത്തെ വിടുവിക്കണമേ എന്ന്. അപ്പോൾ അവിടെ ഏതൊക്കെ വ്യക്തികളാണോ ഇവരെ പാപത്തിലേക്ക് നയിച്ചത്, ആ പാപത്തിൽ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, യൗവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, യേശുവിനെ അറിയാത്ത അനേക ഗ്രാമങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നെ നടത്തിയ ദൈവം, ഞങ്ങളെ പോറ്റിയ ദൈവം നിങ്ങളെയും നടത്തുവാൻ, ഞങ്ങളെ പോറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. യേശുവിങ്കിൽ ജീവനുണ്ട്, യേശുവിങ്കിൽ വിടുതലുണ്ട്. യേശു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഹൃദയമുറിപ്പാടുകൾക്ക് സ്നേഹത്തിൻ്റെ പരിമള തൈലം കൊണ്ട് സൗഖ്യം വരുത്തുന്ന അസാധാരണ ദൈവകൃപയുടെ പ്രഘോഷകനായി മാറിയിരിക്കുകയാണ് ഇന്ന് ശ്യാം. ഈ ചെറുപ്പക്കാരൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാശ്രയ ബോധവും ആത്മസമർപ്പണവും നമുക്കേവർക്കും പ്രചോദനമായി തീരട്ടെ. യേശു